LTC മലയാളത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങോട്ടാണ് ഈ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. യാത്ര എങ്ങോട്ടാണെന്ന് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. യാത്ര എന്ന് വെച്ചാൽ അംബാനിയുടെ വീട്ടിലേക്കാണ്. അംബാനിയുടെ വീട്ടിലേക്ക് അത് ഏത് വണ്ടിയിലാണ് പോകുന്നതെന്ന് അറിയണ്ടേ? അത് ഞങ്ങൾ ഈ ആക്റ്റീവയിലാണ് പോകുന്നത്. കേട്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമില്ല, അംബാനിയുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗുജറാത്തിലെ വെരാവൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ വെരാവൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ അകലെ ചോർവാഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്. ചോർവാഡ് എന്നത് ജുനാഗഡ് ജില്ലയിലെ ഒരു ഗ്രാമമാണ്. അപ്പോൾ ആ സ്ഥലത്താണ് ധീരുഭായ് അംബാനിയുടെ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട് ഇന്നും ഒരു സ്മാരകമായിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ വീട്ടിലെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജുനാഗഡ് ഹൈവേയിലാണ്. അതായത് വെരാവലിൽ നിന്നും ജുനാഗഡിലേക്ക് പോകേണ്ട വഴിയാണിപ്പോൾ ഈ ഹൈവേ എന്ന് പറയുന്നത്. ഈ ഒരു വലത്ത് വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭാവ്നഗറും, ഇടത്ത് വശത്തേക്ക് ജുനാഗഡ് ഹൈവേ ആണ്. അപ്പോൾ നമ്മുടെ ഈ ചോർവാഡ് എന്ന് പറയുന്ന ഗ്രാമം പോർബന്ദർ ജുനാഗഡ് ഹൈവേ, പോർബന്ദർ വെരാവൽ ഹൈവേയിലാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് നേരെ പോകാം. ഇപ്പം നമ്മളുള്ളത് ചോർവാഡിലേക്കുള്ള പോകുന്ന വഴിക്കുള്ള ഗഡു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഗഡു എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു സ്ഥലത്താണ്. ഒരു ഗ്രാമം എന്ന് പറയും, ഇവിടെ ഗാവ് എന്ന് പറയും, ഗ്രാമത്തിലാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഗാട്ടിയ എന്ന് പറയുന്നത്. അപ്പോൾ ഗാട്ടിയ ഇവിടെ കടലയുടെ പൊടി, പിന്നെ അജ്മ എന്ന് പറയുന്ന എന്തോ ഒരു സ്പൈസസ് ഉണ്ട്, ഒരു ഉപ്പുണ്ട്, നമുക്ക് അങ്ങനെയാണ് പുള്ളി പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ ടാറ്റ സോഡ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, കാരമായിരിക്കും. ഈ ഒരു സാധനം ഇട്ടിട്ടാണ് നമ്മുടെ ഗാട്ടി ഉണ്ടാക്കുന്നത്. 100 ഗ്രാമിന് 30 രൂപയാണ് ഇതിൻ്റെ വില. ഇതാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, ഗാട്ടിയ. അപ്പോൾ ഇതാണ് ഗാട്ടിയ എന്ന് പറയുന്നത്. ഗാട്ടിയുടെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കുന്നത് ഇതുപോലുള്ള മുളകും ഉപ്പും ഇട്ടിട്ടുള്ളതാണിത്. പിന്നെ ക്യാബേജും ക്യാരറ്റും ഇതൊക്കെ അരിഞ്ഞിട്ട് സംഭാർ എന്ന് പറയും ഇവിടെ. സലാഡ് പോലെ ചട്നിയുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഗാട്ടിയ കഴിക്കുന്നത്. ഒന്ന് നോക്കാം.
ചിലർക്ക് ഇഷ്ടപ്പെടും. ഈ കടലപ്പൊടിയുടെ ബേസ് ആയതുകൊണ്ട് കടലപ്പൊടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ദോശയും ഇഡ്ഡലിയും ഇതൊക്കെ കഴിച്ചിട്ട് ഇതിൽ കഴിക്കുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊരു ഫീൽ ഉണ്ടാവില്ല, ഒരു സ്നാക്സ് കഴിക്കുന്നൊരു ഫീലാണ് ഉണ്ടാവില്ല. നമ്മളിവിടെ ചായ കുടിച്ചു, ചായ പിന്നെ കൂടെ ഗാട്ടിയ കഴിച്ചു, ജിലേബി ഉണ്ട്, ജിലേബി കഴിച്ചില്ല. നമ്മൾ രാവിലെ തന്നെ മധുരം വേണ്ടെന്നുള്ള രീതിയിൽ ജിലേബി കഴിച്ചില്ല. അപ്പോൾ ഗഡു എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണിത്, നമ്മുടെ ചോർവാട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഗ്രാമമാണ് ഇത്. ജുനാഗഡ് വെരാവൽ ഹൈവേയിൽ ഉള്ള ഒരു സ്ഥലമാണ് ഗഡു എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് ടേൺ എടുത്തിട്ടാണ് പോർബന്തറിലേക്ക് പോകുന്നതും ആ വഴിക്കാണ് നമ്മുടെ ഗ്രാമം, അതായത് ചോർവാട് ഉള്ളത്. ഈ ഗഡു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ചെറിയ ഗ്രാമമാണ്. അതായത് ഇവിടെ വാഴയും കരിക്കും തെങ്ങും ഒക്കെ ഇഷ്ടം പോലെയുള്ളൊരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പഴം, ചെറുപഴം ഇവിടെ അധികം കിട്ടാറില്ല. നോർത്ത് ഇന്ത്യ, ഗുജറാത്തിൽ, നമ്മുടെ സിറ്റികളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലാണ്. അധികം ഇവിടുത്തെ ആൾക്കാർ അധികം കഴിക്കാറുമില്ല. ഇവിടെ റോബസ്റ്റ പഴമാണ് അധികം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോബസ്റ്റയ്ക്ക് ഇവിടെ ഡസന് ഒരു 40 രൂപയാണ്. ഡസൻ കണക്കാണ് ഇവിടെ, നമ്മുടെ നാട്ടിലെ പോലെ കിലോ കണക്കല്ല, ഡസന് 40 രൂപയാണ്. ഇതുപോലുള്ള ചെറുപഴത്തിൻ്റെ ഇപ്പോൾ വില ചോദിച്ച് ഡസന് 50 രൂപയാണ്. എല്ലാ ടൈപ്പ് വെറൈറ്റി ഇവിടെ കിട്ടും. പാളയംകോടനും കിട്ടും, അതായത് മൈസൂർ പഴം എന്ന് നോർത്ത് കേരളയിൽ പറയുന്ന മൈസൂർ പഴം, അതായത് പാളയംകോടൻ കിട്ടും. പിന്നെ പൂവൻ പഴം കിട്ടും, ഞാലിപ്പൂവൻ കിട്ടില്ല. ഈ 2 വെറൈറ്റിയാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഇവിടെ സൊനേരി എന്ന് പറയുന്ന ഒരു സൊനേരി അങ്ങനെയാണ് പറയുന്നത് പൂവൻ പഴത്തിന്. അപ്പോൾ ഇത് ഡസന് 50 രൂപയാണ് വില. നമുക്ക് नारियल कितने के? हाँ, पानी वाला दे दो, एक पानी वाला दे दो. കരിക്ക് കുടിച്ചു. കരിക്ക് ഇപ്പം 20 രൂപയാണ് അവർ വാങ്ങിയത്. കുറച്ച് വലിയ കരിക്കാണ്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ വെരാവലൊക്കെ ആണെങ്കിൽ 10 രൂപയ്ക്കും കിട്ടും. 10 രൂപയ്ക്ക് ഒരു കരിക്ക് കിട്ടും. ഇവിടെ ചീപ്പാണ്. ഇവിടെ നിന്നാണ് മെയിനായിട്ട് ഈ ഒരു മാംഗ്രോൾ, ഈ അടുത്തുള്ള മാംഗ്രോൾ, ചോർവാട്, ഗഡു, ഇത്രയും സ്ഥലങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് ഈ ബോംബെ പോലുള്ള വലിയ സിറ്റികളിലേക്ക് കരിക്ക് പോകുന്നത്. ഇവിടെ മെയിനായിട്ട് തേങ്ങ അങ്ങനെ യൂസ് ഇല്ലെങ്കിലും കരിക്കായിട്ട് കുടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളിപ്പോൾ ഏതാണ്ട് ഇപ്പം ടൈം ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ ചോർവാടിലേക്ക് വിടാം. വഴിക്ക് നല്ല നല്ല കാഴ്ചകളാണ്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തിയത് ഒരു ഗോതമ്പ് പാടം കണ്ടിട്ടാണ്. അപ്പം പുറകിൽ കാണാൻ, എൻ്റെ പുറകിൽ കാണാൻ നല്ലൊരു ഗോതമ്പ് പാടമാണ്. ഈ ഗോതമ്പ് പാടം എന്ന് പറയുമ്പോൾ ഒരു നവംബർ ഡിസംബറിൽ ഇവർ സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് ഈ ഒരു മാസത്തോടു കൂടി വിളവെടുപ്പ് എല്ലാം നല്ല മൂത്ത് നിൽക്കുകയാണ്, നല്ല ഗോൾഡൻ കളറായിട്ട് നിൽക്കുകയാണ് ആ ഒരു ഹാർവസ്റ്റിന് റെഡി ആയിട്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടി പാകമായിട്ട് നിൽക്കുകയാണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ നാട്ടിൽ അധികം കാണാത്തൊരു ഫോക്സ് മില്ലറ്റ് എന്ന് പറഞ്ഞൊരു വിളയാണ്. ഫോക്സ് മില്ലറ്റ് അതായത് ഒരു ധാന്യമാണ്. ബാജ്രയും ഫോക്സ് മില്ലറ്റ് ഒന്നാണ്. ഫോക്സ് മില്ലറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോക്സ് മില്ലറ്റിൻ്റെ ഒരു പാടമാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ പോകുന്ന വഴിക്കുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം, നോക്കാം.
ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് സംശയിക്കേണ്ട, ഗുജറാത്ത് തന്നെയാണ്. ഗുജറാത്തിൽ ഇതുപോലുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് തെങ്ങും നമ്മുടെ നാടിൻ്റെയൊക്കെ പോലെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്, തെങ്ങും വാഴയൊക്കെ ഉള്ളത്. നമ്മൾ ഏതാണ്ട് ഒരു അരമണിക്കൂറും കൂടി ഇവിടുന്ന്, ഒരു അരമണിക്കൂറില്ല, ഒരു 15 മിനിറ്റോളം കൂടി വീണ്ടും റൈഡ് ഉണ്ട് അംബാനി മെമ്മോറിയലിലേക്ക്. ധീരുഭായ് അംബാനി മെമ്മോറിയലിൻ്റെ മുന്നിലാണ്. DHA മെമ്മോറിയൽ എന്നാണ് അറിയപ്പെടുന്നത്. ധീരുഭായ് ഹിർലാൽ അംബാനി എന്നാണ് ഇതിൻ്റെ ഫുൾ പേര്. DHA മെമ്മോറിയൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ വെരാവൽ പോർബന്ദർ റോഡിലാണ് ഈ ഒരു മെമ്മോറിയൽ വരുന്നത്. ഇതിന് മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ റോഡിലാണ്. സൈഡിൽ കൂടെ കയറിയിട്ട് വേണം ഈ മെമ്മോറിയലിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ പറഞ്ഞത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, അപ്പോൾ അകത്ത് നമുക്ക് കയറാനുള്ള അനുവാദമില്ല. എന്തായാലും ഞങ്ങൾ അകത്ത് കയറിയിട്ട് പറയാം നിങ്ങളോട് എന്തൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ എന്നുള്ളത്. ഇപ്പോൾ DHA മെമ്മോറിയലിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ നിന്നാണ് നേരെ കയറേണ്ടത്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 9:30 മുതൽ 9:30 to 5 o'clock ആണ്. 9:30 തൊട്ട് 5 മണി വരെ ടൈമിംഗ്. പോർബന്തറിലേക്ക് പോകുന്ന വഴി കയറാൻ പറ്റിയ ഒരു മെമ്മോറിയലാണിത്. കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ഇതിൽ ഈ ഒരു വീട് അതേപടി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. കയറാനുള്ള എൻട്രി ഫീസ് 2 രൂപ മാത്രമേ ഉള്ളൂ. രാവിലെ 9:30 മുതൽ ഞാൻ പറഞ്ഞത് 5 മണി വരെയാണ് ഇതിൻ്റെ എൻട്രൻസ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി വരേണ്ട ആവശ്യമില്ല. പോർബന്തറിലേക്ക് പോകുന്ന വഴിക്ക്, പോർബന്തർ അറിയാലോ, ഗാന്ധിജിയുടെ ജന്മഗൃഹമുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വഴിക്ക് നിങ്ങൾ പോർബന്തറിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങോട്ട് കയറാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ വാങ്ങാൻ വേണ്ടി ടീഷർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീഷർട്ടിൻ്റെ വില എന്ന് വെച്ചാൽ 125 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പം 2 ടീഷർട്ട് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബാക്കിലെ എൻട്രൻസ് ആണ് ഇത്. ഫ്രണ്ടിലെ എൻട്രൻസിലേക്ക് നമുക്ക് പോവാം. സൈഡിലാണ്. അകത്ത് ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ്, അവർ അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തൊരു വ്യൂ ആണ് തരുന്നത്. അപ്പം ഇവിടെ ഞാൻ അകത്ത് കണ്ടത് അകത്ത് നന്നായിട്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്ത്. അപ്പോൾ എല്ലാ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഒറ്റ മരം പോലും കളയാതെ, ഈ തെങ്ങാണെങ്കിലും എന്തെങ്കിലും ഒരു വൃക്ഷമാണെങ്കിലും അത് കളയാതെ അതേപോലെ തന്നെ അതിൻ്റെ മേലെ കെട്ടിടം ചെയ്തിരിക്കുകയാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാം തെങ്ങൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ട് ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈവൻ വാഷ്റൂമിൽ പോലും ഒരു തെങ്ങും വലിയൊരു മരവും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ധീരുഭായ് അംബാനിയുടെ മെമ്മോറിയൽ, അതായത് ധീരുഭായ് അംബാനി മെമ്മോറിയൽ ഹൗസിൻ്റെ മുന്നിലാണ്.
അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് മെയിനായിട്ടുള്ള റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോഡ് പോർബന്തറിലേക്ക് പോകുന്ന റോഡാണ്. പക്ഷേ ഇതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഗേറ്റ്. ബാക്ക് സൈഡിലൂടെ അകത്തേക്ക് അകത്ത് കയറി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അകത്ത് നമ്മൾ നേരെ കയറി സമയത്ത് തന്നെ ഒരു പിക്ചർ ഗാലറിയാണ്. പിക്ചർ ഗാലറി വെച്ച് പോകുന്ന 2 വഴിക്കും ഈ അംബാനിയുടെ ജീവിതത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ, അദ്ദേഹം എങ്ങനെ ഇത്രയും വലിയൊരു ആളായി മാറി എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നേരെ 2-3 ചെറിയ റൂമുകൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അടുക്കളയാണ്, പിന്നെ ഒരു ചെറിയ 2 മുറികൾ വേറെ. അടുക്കളയിൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചെമ്പിൻ്റെ പാത്രങ്ങൾ അതേ ഒരു ദിവസം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുളിമുറിയിൽ പഴയ ഒരു ഓവൻ പോലത്തെ ഒരു സാധനം, അതായത് വെള്ളം ചൂടാക്കുന്ന ഒരു സാധനം ഉണ്ട്. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു ആൾക്കാർ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു 10-12 പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിലിം ഷോ പോലെ അംബാനിയുടെ ലൈഫിലുള്ള അച്ചീവ്മെൻറ്റ്സ് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിലിം ഷോ നിങ്ങൾക്ക് കൂടുതൽ ആളായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വേറെ എന്ന് വെച്ചാൽ അപ്പം പുള്ളിയെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടുന്ന് ആദ്യമായിട്ട് അംബാനി സ്റ്റാർട്ട് ചെയ്തത് സ്പൈസസിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ടാവുകയും അതിനുശേഷം ആദ്യമായിട്ട് അപ്പോൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ഫുള്ളായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് സ്പൈസസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ യാൺ, അതായത് പോളിസ്റ്റർ ഇതിൻ്റെ ബിസിനസ് ആവുകയും അങ്ങനെയാണ് വിമൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പിറവി ഉണ്ടാകുന്നത്. അപ്പോൾ വിമൽ എന്ന് അതിന് പോളിസ്റ്ററിൻ്റെ ബിസിനസ്സിന് ശേഷം പെട്രോളിയം ഇതിലേക്ക് കയറുകയും പെട്രോളിയത്തിൽ നിന്ന് അവസാനം നമ്മുടെ ടെലികോം സർവീസ്, അതായത് മൊബൈൽ ടെലികോം കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഫീൽഡിലേക്ക് വരിക. അങ്ങനെ പല എവിടെയൊക്കെ അവരുടെ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഏതൊക്കെ സ്ഥലത്ത് ഗുജറാത്തിൽ അവരുടെ പിന്നെ പ്ലാൻസ് ഉണ്ട് എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കും. അപ്പോൾ ഇത്രയാണ് ധീരുഭായ് അംബാനി മെമ്മോറിയലിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ചോർവാഡിൽ നമ്മൾ ഇത്രയാണ് മെമ്മോറിയൽ വിശേഷങ്ങൾ. നോക്കട്ടെ, ചോർവാഡിൽ കാണാൻ ഇനി ഒരു ബീച്ച് ഉണ്ട്, പക്ഷേ ഇവിടെ പഴയൊരു പാലസ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കാം അവിടെ ആ പാലസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഇവിടെ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമായതുകൊണ്ട് കാർവ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ വർഷത്തിലൊരിക്കൽ അവർ ഒത്തുകൂടുന്ന ഒരു ഹോളിഡേ ക്യാമ്പ് ഇവിടെയാണ്. അതും ബീച്ചിൻ്റെ സൈഡ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതും ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ആ പാലസും കാണാം. ഇത്രയാണ് ധീരുഭായ് അംബാനി മെമ്മോറിയലിൻ്റെ വിശേഷങ്ങൾ.